ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുന്റെ വിഷയത്തിൽ മുതലെടുപ്പ് നടത്തിയിട്ടില്ലെന്ന് മനാഫ്. വാഹനത്തിന്റെ RC സഹോദരന്റെ പേരിലാണെങ്കിലും നോക്കി നടത്തുന്നത് എല്ലാവരും ഒരുമിച്ചാണെന്നും മനാഫ് വ്യക്തമാക്കി. അർജുന്റെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ സഹോദരനുമായി മനാഫ് ഇന്ന് മാധ്യമങ്ങളെ കാണുന്നതിനിടയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അച്ഛന്റെ മരണശേഷം ബിസിനസ് നമ്മൾ 4 സഹോദരന്മാരും ഏറ്റെടുക്കുകയായിരുന്നു. അതിൽ സഹോദരനായ മുബീന്റെ പേരിലാണ് വാഹനങ്ങൾ വാങ്ങുന്നത്. കാരണം അവനാണ് യാത്ര ചെയ്യാൻ പെട്ടെന്ന് പറ്റുന്നത്. ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ല. സാമ്പത്തിക പ്രശ്നങ്ങൾ ഒന്നും എനിക്കില്ല. എൻ്റെ അക്കൗണ്ട് നമ്പർ എല്ലാം വെച്ച് പരിശോധിക്കാം. ഇന്ന് സ്കൂളിൽ ഒരു ചടങ്ങുണ്ടായിരുന്നു. അവർ മുൻപേ എനിക്ക് പണം നൽകുന്നുവെന്ന് പറഞ്ഞിരുന്നു. ആ പണം ഞാൻ സ്വീകരിച്ചില്ല. പകരം അത് അർജുൻ്റെ മകന് നൽകാൻ ശ്രമിച്ചു. മകൻ്റെ അക്കൗണ്ട് നമ്പർ ചോദിച്ചതാണ് ഞാൻ ഇപ്പോൾ ചെയ്ത തെറ്റ്. ചില പരിപാടിയിൽ പോകുമ്പോൾ തരുന്ന പണം അർജുൻ്റെ മകന് കൊടുക്കാൻ ആഗ്രഹിച്ചു പോയതാണ് ഞാൻ ചെയ്ത തെറ്റ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇന്ന് ഞാൻ പരിപാടിക്ക് പോയപ്പോൾ പണം വാങ്ങിയില്ല. അവന് ഭാവിയിൽ ഉപയോഗം ചെയ്യുമെന്ന് കരുതി ചെയ്തതാണ്. മാപ്പ് ചോദിക്കുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ് അർജുൻ്റെ കുടുംബമെന്ന് കരുതിയ ആളാണ് ഞാൻ. യൂട്യൂബ് ചാനലിൽ നിന്ന് ഞാൻ അർജുൻ്റെ ഫോട്ടോ മാറ്റി. കേരളത്തിലെ മാധ്യമപ്രവർത്തകരാണ് അർജുൻ്റെ വിഷയം കൂടുതൽ പുറത്തു കൊണ്ടുവന്നത്. അവർ ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും അർജുനെ തിരിച്ചെത്തിക്കാൻ കഴിയുമായിരുന്നില്ല. മാധ്യമപ്രവർത്തകരാണ് പെട്ടെന്ന് ന്യൂസ് വന്നാൽ അപ്ഡേറ്റ് ചെയ്യാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നത്. ഞാൻ ഒറ്റയ്ക്കാണ് അവിടെ നിന്നത്. അതിനാലാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. ലോറിയുടമ മനാഫ് എന്ന് ആ യൂട്യൂബ് ചാനലിൽ പേരിട്ടത് ആദ്യം ചാനലുകളിൽ തൻ്റെ പേര് അങ്ങനെയാണ് വന്നത്. ഇന്ന് 2 ലക്ഷത്തിന് മുകളിൽ ഫോളോവേഴ്സ് എനിക്കായി. അർജുനെ കണ്ടെത്തിയ ശേഷം ചാനൽ നിർത്താമെന്നാണ് കരുതിയത്. ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് പോലും അറിയില്ല. ഒരു വിവാദത്തിനും എനിക്ക് താല്പര്യമില്ല. വീണ്ടും പറയുന്നു, അർജുനെ കണ്ടെത്തുന്ന കാര്യം പറയാനും അത് മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്താനും വേണ്ടിയാണ് ചാനൽ തുടങ്ങിയത്. അതേസമയം ആരോപണങ്ങൾ ഉയരുന്നതിനിടെ മനാഫിന്റെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബർമാരുടെ എണ്ണം കുത്തനെ കൂടുകയും ചെയ്തു. ഇന്നലെ 10,000 ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 1,61,000 സബ്സ്ക്രൈബർമാരാണ് ചാനലിലുള്ളത്. അർജുന് വേണ്ടി നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളുടെ വിവരങ്ങളെല്ലാം ലോറിയുടമ മനാഫ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് മനാഫ് പങ്കുവച്ചിരുന്നത്. അർജുൻ എന്ന വൈകാരികതയെ യൂട്യൂബ് ചാനലിലൂടെ വിൽക്കുകയാണ് മനാഫ് എന്നും PR ഏജൻസി പോലെയാണ് മനാഫ് പ്രവർത്തിക്കുന്നതെന്നും അർജുൻ്റെ കുടുംബം ഇന്നലെ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു. കുടുംബത്തെക്കുറിച്ച് അസത്യം പ്രചരിപ്പിക്കുന്നുവെന്നും പലയിടങ്ങളിൽ നിന്നും അർജുൻ്റെ പേരിൽ ഫണ്ട് സ്വരൂപിക്കുന്നുവെന്നും അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിനും അർജുൻ്റെ സഹോദരൻ അജിത്തും ആരോപിച്ചു. എന്നാൽ ഒരു ഫണ്ടും വാങ്ങിയിട്ടില്ലെന്നും കുറ്റം തെളിഞ്ഞാൽ മാനാഞ്ചിറ മൈതാനത്ത് വന്ന് നിൽക്കാം, കല്ലെറിഞ്ഞു കൊന്നോളൂ എന്നുമായിരുന്നു മനാഫിന്റെ പ്രതികരണം. വിവാദം ഉടലെടുത്തതിന് പിന്നാലെയാണ് യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് വളരെ വേഗം വർദ്ധിച്ചത്. ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ മനാഫിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വലിയ തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്നത്. ജിതിനെതിരെയും രൂക്ഷമായ സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. സംഘപരിവാർ അനുകൂലിയായതിനാലാണ് ജിതിൻ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് ചില പ്രചരണം. അതേസമയം മനാഫ് സെൽഫ് പ്രൊമോഷൻ സ്റ്റാർ ആണെന്നും അർജുൻ്റെ കുടുംബം ഇക്കാര്യം തുറന്നു കാണിക്കുമ്പോൾ സമാധാനമായെന്നും ചിലർ പ്രതികരിച്ചിട്ടുണ്ട്.